അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിനുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. മനുഷ്യരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ സാധിച്ചെങ്കിൽ മനുഷ്യൻ വലുതായി ബുദ്ധിയും വിവേകവും വന്നു. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവും നൽകി. നന്മയെന്നോ തിന്മയെന്നോ നോക്കാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയും ചെയ്തു. പാടില്ല എന്നറിഞ്ഞിട്ടും പലതും ചെയ്തു. ആത്മാവിനെ വരെ വഞ്ചിച്ചു. യാതൊരു കളങ്കവുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മൾ കളങ്കമേതുമില്ലാതെ തിരിച്ചു പോവാൻ കഴിയുമോ? പറ്റുമെന്നാണ് സൃഷ്ടാവായ അള്ളാഹു പറയുന്നത്. തൗബ ചെയ്ത് മടങ്ങുക. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് തൗബയുണ്ടോ? പശ്ചാത്താപത്തിന് മാർഗമുണ്ടോ? ഞാൻ വ്യഭിചരിച്ചു, കുട്ടിയെ പ്രസവിച്ചു, കുഞ്ഞിനെ കൊന്നുകളയുകയും ചെയ്തു. അബൂ ഹുറൈറ മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു: ഒരിക്കലുമില്ല. അന്തസ്സും മാന്യതയും കളഞ്ഞുകൊളിച്ച നിനക്ക് സന്തോഷിക്കാൻ ഒരു വകയുമില്ല. ഇത് കേട്ടപാടെ തനിക്ക് പറ്റിയ ദുര്യോഗത്തിൽ ദുഃഖാർത്ഥമായി 2 കൈകളും തലയ്ക്കടിച്ച് ആ സ്ത്രീ തിരിച്ചുപോയി. സുബഹി നമസ്കാരത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് കാര്യം പറഞ്ഞു. അബൂ ഹുറൈറ, താങ്കൾ എത്ര മോശമായ കാര്യമാണ് ആ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തത്. താങ്കൾക്ക് അള്ളാഹുവിൻ്റെ വചനം ഓർമ്മയില്ലായിരുന്നു. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. വല്ലവനും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിലേക്ക് ശരിയായ നിലയിൽ മടങ്ങുകയാണ് അവർ ചെയ്യുന്നത്. വല്ലദീന യശ്ഹദൂന സൂറ വൈദാ മർറു ബില്ലഗ്വി മർറു കിറാമ. വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യവൃത്തികൾ നടക്കുന്നിടത്തുകൂടി പോകുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ. വല്ലദീന ഇദാ ദുക്കിറു ബി ആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹ സുമ്മൻ വഉമിയാന. തങ്ങളുടെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ ബധിരന്മാരും അന്ധന്മാരുമായിക്കൊണ്ട് അതിന്മേൽ ചാടി വീഴാത്തവരുമായിരുന്നു. വല്ലദീന യഖൂലൂന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പറയുന്നവരുമായിരുന്നു അവർ. പ്രവാചകനിൽ നിന്നും ഈ ആയത്ത് കേട്ട ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ ലക്ഷ്യമാക്കി അന്വേഷണത്തിനായി പുറപ്പെട്ടു. ഒരുപാട് കറങ്ങിയതിനു ശേഷം ആ സ്ത്രീയെ കണ്ടുമുട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെല്ലാം അവളെ അറിയിച്ചു. ആ സന്തോഷ വാർത്ത കേട്ടപാടെ ആ സ്ത്രീ സുജൂദിൽ വീണു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് മോചനമാർഗം കാണിച്ചു തന്ന അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ശരീരത്തിന് രോഗം വരുന്നത് പോലെ മനസ്സിന് രോഗം വരും. അത് നേരിടേണ്ടത് തഖ്വ കൊണ്ടാണ്, ശക്തമായ വിശ്വാസം കൊണ്ടാണ്. അതിന് മാറ്റുരയ്ക്കേണ്ടത് അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടുമാണ്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ എല്ലാ തോന്നിയവാസങ്ങളും നമ്മുടെ വിരൽത്തുമ്പുകളിൽ ലഭ്യമാണ്. എത്ര വേണമെങ്കിലും ഫ്ലിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി. മിക്കതും മനസ്സിനെ കളങ്കപ്പെടുത്തുന്നത് മാത്രമായിരിക്കും. അള്ളാഹു നൽകിയ പരിപാവനമാക്കിയ ഹൃദയത്തെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുക. നമ്മൾക്ക് എത്തിട്ട് പ്രാർത്ഥിക്കുക: റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകുനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തു പോയിരിക്കുകയാണ്. നീ കാരുണ്യം ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകും. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.